ആലപ്പുഴ പുന്നപ്പറയിലെ അഗതി മന്ദിരത്തിലെ ലൈംഗിക അതിക്രമത്തിൽ പ്രതി മാത്യു ആൽവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് VHPയുടെ നേതൃത്വത്തിൽ പുന്നപ്പറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾ ആരും അതിനെതിരെയല്ല. പക്ഷെ താങ്കളുടെ എന്നുള്ള മലയാള ചൊല്ലുകൾ കൃത്യമായ രീതിയിൽ അന്വേഷണമാക്കിക്കൊണ്ടാണ് ഈ കോടി ക്രിമിനൽ വിലസുന്നത്. അതിനെ അവസാനിപ്പിക്കാൻ, ആ സ്വഭാവം ഇല്ലാതാക്കാൻ ബഹുമാനപ്പെട്ട പുന്നപ്പുറ പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹകരണം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അയാൾക്ക് ഒളിവിൽ താമസിക്കാൻ, അയാൾക്ക് മുമ്പ് ജാമ്യം നേടാനുള്ള അവസരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാക്കുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നു അയാൾ അല്ലാതെ കൊടുക്കുന്ന വ്യക്തിയായതുകൊണ്ട് അയാളെ നമുക്കൊന്ന് പരിവർത്തനം വിട്ടാൽ മതി. അത് ശരിയാണോ? കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യക്രമങ്ങളിൽ കൂടി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നു. നല്ല കാര്യം ചെയ്താൽ ഞങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ടും പോലീസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് എല്ലാ രംഗത്തെ ക്രിമിനൽ വൽവരണമാണ്. നന്മയുടെ മറവിൽ കൂടി ക്രിമിനൽ വൽവരണം. നിങ്ങളല്ലേ ചെയ്തത്? ഹൈക്കോടതി കടത്തിന് വിട്ടുനിന്ന ആ മൂന്ന് അധ്യാപികമാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നുകൊള്ളുന്ന, നൂറുകണക്കിന് കുട്ടികളെ അക്ഷരലോകത്തേക്ക് പിടിച്ചുയർത്തുന്ന ആ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ? അതേപോലെ ഈ കോടി ക്രിമിനലിനെ ഒരു ദിവസം മുമ്പെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇയാൾ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന, മാഷീനിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന 5 പേരുടെ സുരക്ഷ എടുക്കണം. ആ 5 പേരുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ വ്യക്തിക്ക് തന്നെയാണ് എന്ന് അയാളുടെ വാക്കുകളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, ഞങ്ങളാണ് നിങ്ങൾക്കെതിരല്ല, കേരളത്തിലെ പോലീസിനെതിരല്ല. പക്ഷേ ഈ കോടി ക്രിമിനൽ പൈസയുടെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ആ മറവിൽ ഇയാൾ അഴിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായ നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ കോടി ക്രിമിനലിനെ കൈകാര്യം ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള നൂറുകണക്കിന് വ്യക്തികൾ ഈ പ്രദേശത്തുണ്ട്. ഇയാൾ ഈ അനാഥാലയം നടത്തുന്നത് വേണ്ട എന്ന് ഈ നാട്ടിലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ എത്തിക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയം നീട്ടുന്നില്ല. ഒരു സൂചന മാത്രമാണ്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉടനെ ഈ കാപാലികനെ, ഈ കോടി ക്രിമിനലിനെ ഒരു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യണം. അവസരം ഉണ്ടാകാതിരിക്കരുത്. ഇപ്പോൾ ഒരു നാണക്കേടുണ്ട്. അറിയാമല്ലോ, ഒരു ആൺകുട്ടി റാഗിങ്ങിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. പ്രതിയായ ഒരു പ്രൊഫസറെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ വിട്ടുപോകാൻ മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പുണ്ടല്ലോ. ആ എതിർപ്പ് തന്നെ സമാന സാഹചര്യം ഇയാളുടെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ഈ വാഹനങ്ങൾ തടയുക ഞങ്ങൾ ലക്ഷ്യമില്ല. പക്ഷേ ഈ സംഭവത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ സംരക്ഷിക്കാൻ അതിനെ ആ മരണത്തിന് വില പറഞ്ഞ ആ കാലികയെ ഒരു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ദിവസങ്ങളിൽ ഇതിവിടെ അമ്പലപ്പുഴയിലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമുദ്രത്തിലേക്ക് മർച്ച് ചെയ്തുകൊണ്ട് സ്ഥാനം കൂട്ടിക്കാനും തെരുവിലേക്ക് ഇറക്കാനുള്ള കഴിവും പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ ആ കഴിവിനെ നിങ്ങൾ വില കുറച്ച് കാണിക്കരുത്. ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ നിങ്ങളാണ് ഉത്തരവാദികളായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, ഈ കാപാലികനെ അറസ്റ്റ് ചെയ്യണം. ഒരു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യണം. ഇവന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാൻ പോലുമുള്ള അവസരം ഉണ്ടാക്കാത്ത രീതിയിൽ ഇവനെ കൈകാര്യം ചെയ്യണം. ഇവനെ ടെസ്റ്റിന് വിധേയനാക്കണം. ഇവനെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുനടക്കണം. ഇവന്റെ എല്ലാ സാമ്പത്തിക പദ്ധതികളും ഇവന് സംരക്ഷണം ഒരുക്കുന്ന എല്ലാ വ്യക്തികളെയും പുറം സമൂഹത്തിലേക്ക് കാട്ടിക്കൊടുക്കാനും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്പലപ്പുഴ പ്രകടനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷൻ പുന്നപ്പറയിൽ അഗതി മന്ദിരത്തിലെ ലൈംഗിക പീഡന കേസിൽപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതി മാത്യു ആൽവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള മാർച്ച് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.